ഹായ് ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്ന നോൺ ഡിസ്ട്രക്റ്റീവ് മെഷീനിങ് മെത്തേഡിലുള്ള നാലാമത്തെ ടോപ്പിക്കാണ് ലേസർ ബീം മെഷീനിങ് എന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മളൊരു 3 ക്ലാസ്സുകളിലായിട്ട് EDM അതേപോലെ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, ഇലക്ട്രോൺ ബീം മെഷീനിങ് എല്ലാം നമ്മൾ നോക്കിയിരുന്നു. അതുപോലത്തെ ഒരു മെഷീനിങ് തന്നെയാണ് ഈ ലേസർ ബീം മെഷീനിങ് എന്നും. നമ്മൾ ഇലക്ട്രോൺ ബീമിന് പകരം സെയിം മെത്തേഡിൻ്റെയാണ് ഇവിടെ നമ്മൾ ഇലക്ട്രോൺ ബീമിന് പകരം നമ്മളിവിടെ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ മൈക്രോ മെഷീനിങ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ലേസറിൻ്റെ കോൺസെപ്റ്റുകളും ലേസർ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണോ, അതിനുശേഷം ആ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺവെൻഷനലായി സാധാ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മെഷീനിങ് ചെയ്യുന്നതെന്നുള്ളതും, അതിനുശേഷം നമ്മൾ ആ ഒരു മെഷീനിങ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ മൈക്രോ ഇതിലേക്ക് നമ്മൾ മെഷീനിങ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലേസർ എടുത്തു കഴിഞ്ഞാൽ ലേസർ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ബേസിക് എല്ലാം നിങ്ങൾ ഓൾറെഡി +2 തൊട്ടൊക്കെ നിങ്ങൾ പഠിച്ച് വന്നിട്ടുണ്ടാവും. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നുള്ള ഒരു ഇതാണ് ലേസർ എന്നും. അപ്പോൾ ആ ലേസർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് എനർജി ക്രിയേറ്റ് ചെയ്യണം അല്ലേ, ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് ലൈറ്റ് എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ആ ലൈറ്റ് എനർജിയാണ് ലേസർ എന്നും. ആ ലേസർ വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു തെർമൽ എനർജി ആയിട്ട് ഹീറ്റ് ചെയ്ത് മെൽട്ടപ്പ് ചെയ്തിട്ട് നമ്മളതിനെ വേപ്പറൈസ് ചെയ്ത് കളയുന്ന രീതിയിലാണ് നമ്മളിവിടെ ലേസർ ബീം മെഷീനിങ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എനർജിനെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണു. ആ ലൈറ്റ് എനർജിയാണ് നമുക്ക് ലേസർ എന്ന് പറയുന്നത്. ആ ലേസർ വെച്ചിട്ട് നമ്മൾ തെർമൽ എനർജി ആയിട്ട് നമ്മുടെ മെറ്റൽ വർക്ക് പീസിനെ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണു. സോ ആ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ആ വർക്ക് പീസിൽ എവിടെയാണോ ലേസർ തട്ടുന്നത് ആ ഭാഗം മെൽട്ടായിട്ട് വേപ്പറൈസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ആ ലേസർ ബീം മെഷീനിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് നമ്മൾ ഇലക്ട്രോൺ ബീമിൽ നമ്മൾ നോക്കിയതാണ്. അതേപോലെ EDMൽ നമ്മൾ നോക്കിയതാണ്. EDMൽ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മെൽട്ടപ്പ് ചെയ്ത് നമ്മളതിനെ മെൽറ്റ് ചെയ്തിട്ട് അതിനെ വേപ്പറൈസ് ചെയ്ത് കളഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിപ്പോയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇലക്ട്രിക്കൽ എനർജിനെ ലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്യണു, അതിനെ ഹീറ്റ് മീൻസ് തെർമൽ എനർജിക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ലേസർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന തന്നെ ആയിരിക്കും. ഒരു ലേസർ ക്രിസ്റ്റൽ ഉണ്ടാവും. സോ ആ ലേസർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ചിലത് മാത്രമേ ചില ക്രിസ്റ്റൽസ് മാത്രമേ നമുക്ക് ലേസറിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. സോ ഒരു ലേസർ ക്രിസ്റ്റൽ ഉണ്ട്. ആ ക്രിസ്റ്റലിനെ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് ഒരു ലാമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലേസർ ക്രിസ്റ്റൽസ് കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അതിൽ ഹൈലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആയിട്ട് ഇതിൽ മാറും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ലാമ്പിൽ നമ്മൾ ലൈറ്റ് ഇതിലേക്ക് കൊടുക്കുമ്പോൾ, ഒരു ലൈറ്റ് എനർജി നമ്മൾ അതിലേക്ക് കൊടുക്കുമ്പോൾ ആ സമയത്ത് ഫോട്ടോൺസ് ഇതിനെ അബ്സോർബ് ചെയ്യും. മീൻസ് ഇലക്ട്രോൺസ് ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യും. ആ സ്കാറ്ററായി പോകുന്ന ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൺവേർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന ആ ലൈറ്റിനെയാണ് നമ്മൾ ലേസർ എന്ന് പറയുക. ഈ ഒരു ബേസിക് കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഈ ബേസിക് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ലേസർ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഇതന്നെ ഇല്ല. മീൻസ് നമുക്ക് എങ്ങനെ പറയാം, നമുക്കതൊരു ഇമ്പോർട്ടൻസ് അല്ല. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പോളറൈസർ അതുപോലെ തന്നെ നമ്മൾ ഹാർമോണിക് ജനറേറ്റർ എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈക്രോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലേസർ ക്രിസ്റ്റൽ ലാമ്പ് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോൺ എനർജിയും ഫോട്ടോൺസും വെച്ചിട്ട് നമ്മളതിനെ ലേസർ എന്നുള്ള ആ ഒരു ലൈറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി ആ ക്രിയേറ്റ് ചെയ്യണ കുറച്ച് ലെൻസസ് വെച്ചിട്ട് നമ്മൾ ആ ലെൻസ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പാത്തിൽ, ഒരു ഡയറക്ഷനിലുള്ള ഒരു സിംഗിൾ പാത്തിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നു. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ലേസർ വെച്ചിട്ട് നമ്മളതിനെ തെർമൽ എനർജി ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് അതിനെ വേപ്പറൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോ മെഷീനിങ് ചെയ്യുന്നു. ഡ്രില്ലിങ് ചെയ്യാം, അതുപോലെ എന്ത് വേണമെങ്കിലും, മീൻസ് നമുക്കൊരു പ്രൊഫൈൽ തന്നെ നമുക്ക് അതിലേക്ക് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതിനെയാണ് ബേസിക്കായിട്ട് നമ്മൾ LBM ലേസർ ബീം മെഷീനിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ജസ്റ്റ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു നോട്ട്സിന് വേണ്ടി ഞാൻ അത് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ലേസറിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നോട്ട്സിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്
ഫോട്ടോൺസും ഇലക്ട്രോൺസും തമ്മിലൊരു ചെയിൻ റിയാക്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ലേസിങ് ആക്ഷനൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ റൂബി ക്രിസ്റ്റലാണ്. റൂബി വെച്ചിട്ട് നമുക്ക് ഒട്ടുമിക്ക നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേസർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിസ്റ്റൽ റൂബി എന്ന് പറയുന്ന ഒരു അലുമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലുള്ള 10 സെൻറ്റിമീറ്റർ ലോങ്ങിലുള്ള റൂബി ക്രിസ്റ്റൽ വെച്ചിട്ടാണ് നമ്മൾ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാ കോമൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെൻസ് വെച്ചിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ മൈക്രോയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് ഫെമറ്റോ സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാനോ സെക്കൻഡ്സിൻ്റെ എത്രയോ ലക്ഷം നാനോ സെക്കൻഡ്സിൻ്റെ ഒരു പാർട്ടിനെയാണ് ഫെമറ്റോ സെക്കൻഡ് എന്ന് പറയുന്നത്. ആ സെക്കൻഡിൽ വരുന്ന ലേസറിൻ്റെ ആ ഒരു പാർട്ട് ഓഫ് ലേസർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡിലാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഫെംറ്റോ സെക്കൻഡിലാണ് ഈ ലേസർ വന്നിട്ട് ഇതിൽ പതിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം നമുക്ക് മെൽറ്റ് സോണ്, മെൽറ്റ് ഏരിയ എല്ലാം ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഫെംറ്റോ സെക്കൻഡിൽ നമ്മൾ ലേസർ കൺവേർഷൻ നമ്മൾ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലേസർ പാത്തിൽ എവിടെയാണോ നമുക്ക് ടച്ച് ചെയ്യുന്ന ആ ഭാഗം മാത്രം മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് മെഷീനിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മൈക്രോ മെഷീനിങ് ചെയ്യുന്നത്. സാധാ മെഷീനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജസ്റ്റ് ഈ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തിട്ട് പോവുകയാണ് ചെയ്യുക. ഇതിലപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അൾട്രാ ഷോർട്ട് പൾസ് ലേസർ എന്നാണ് നമ്മൾ പറയുക. നമ്മൾ സാധാരണ പറഞ്ഞാൽ ലോങ് പൾസ് ലേസർ അല്ലെങ്കിൽ ഷോർട്ട് പൾസ് ലേസർ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അൾട്രാ ഷോർട്ട് പൾസ് ലേസറാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുള്ള ഒരു കമ്പോണൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. പോളറൈസർ, അതുപോലെ സെക്കൻഡ് ഹാർമോണിക് ജനറേറ്റർ, അറ്റുനേറ്റർ എന്നൊക്കെ പറയുന്നുള്ള കമ്പോണൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന ലേസറിനെ പോളറൈസർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സ്കാറ്ററായിട്ടും വേറെ പാത്തിലും വേറെ ഡയറക്ഷൻസിലും പോകുന്ന എല്ലാ ലേസർ ബീംസിനെയും ക്യാപ്ചർ ചെയ്ത് സിംഗിൾ പാത്തിലേക്ക് കൊണ്ടുവരാനാണ് പോളറൈസർ ഉപയോഗിക്കുന്നത്. ദെൻ സെക്കൻഡ് ഹാർമോണിക് ജനറേറ്റർ എന്ന് പറയുന്നത് അതിനെ ആംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സെക്കൻഡ് ഹാർമോണിക് ജനറേറ്റർ എന്ന് പറയുക. BBO, ബാരിയം ബ്രോമൈഡെന്നോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ ആംപ്ലിഫൈ ചെയ്യുന്നത്. ആ ആംപ്ലിഫൈ ചെയ്തതിൽ നിന്ന് നമ്മൾ അറ്റുനേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ട്രാവലിംഗ് സ്പീഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യുകയും ഫെംറ്റോ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ മിററിലൂടെ ആ ഒരു കമ്പോണൻറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലേസർ ബീം മൈക്രോ മെഷീനിങ് എന്ന് പറയുക. സാധാരണ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് വർക്ക് പീസിലേക്ക് കൊടുക്കുക ചെയ്യുക. മൈക്രോ മെഷീനിങ്ങിനാണ് ഇത്രയും കമ്പോണൻസ് നമുക്ക് വരിക. ജസ്റ്റ് അറിഞ്ഞു വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ വരച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താലും മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ലേസർ ബീം മെഷീനിങ് വരികയാണെങ്കിൽ ഇന്ന കമ്പോണൻസുകളെല്ലാം ഉണ്ടാവും. എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്തെടുത്തു എന്നുള്ളതാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ലേസർ ബീം മെഷീനിങ് നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്കൊരു മെഷീനിങ് മെത്തേഡിനെ ആ ഒരു മൈക്രോ മെഷീനിങ്ങിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ മൈക്രോ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ഡിവൈസസ് ആഡപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് ചെയ്യണോ, ആ രീതിയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മൈക്രോ മെഷീനിങ് ടെക്നിക്കുകളും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത്. സോ ജസ്റ്റ് ഈ കമ്പോണൻസ് മനസ്സിലാക്കുക, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ മൈക്രോ മെഷീനിങ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന് ഡയറക്റ്റ് ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഫൈൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാസ്ക് വെച്ചുകൊണ്ട് ആ മാസ്കിൽ എങ്ങനെയാണോ ഏത് രീതിയിലാണോ ലൈറ്റ് പാസ് ചെയ്യേണ്ടത് ആ പാത്തിലൂടെ ലൈറ്റ് പാസ്സായിക്കൊണ്ട് നമുക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലും നമുക്ക് ചെയ്യാം. മാസ്കിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോലിത്തോഗ്രാഫി നമ്മൾ ഉപയോഗിച്ചിരുന്നു. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് റൈറ്റിങ്ങും മാസ്ക് പ്രൊജക്ഷൻസും നമുക്ക് ഇതിൽ പോസിബിൾ ആണ് എന്നുള്ളതാണ് ലേസർ ബീം മെഷീനിങ്ങിലുള്ള നമുക്ക് ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഡ്രില്ലിങ് ചെയ്യാം, മൈക്രോ ഹോൾസ് ഒരുപാട്, നമുക്ക് കട്ടിങ് മറ്റ് കാര്യങ്ങൾ ഗ്രൂസ് എല്ലാം നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. 20 മൈക്രോമീറ്റർ തൊട്ടുള്ള 550 മൈക്രോമീറ്റർ, 100 മൈക്രോമീറ്റർ വി ഗ്രൂസ്, അതുപോലെ 1 മൈക്രോമീറ്റർ ഉള്ള 1 മില്ലിമീറ്റർ ട്യൂബിലുള്ള കട്ടിങ്സ് എല്ലാം നമുക്ക് ഈ ലേസർ ബീം മൈക്രോ മെഷീനിങ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ
പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അതിൻ്റെ ഫോട്ടോസാണ് ഞാൻ ഇതിൽ ജസ്റ്റ് കിട്ടിയതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി കാപ്പബിലിറ്റി ഓഫ് ബീങ് മീൻസ് ഓട്ടോമേഷന് പറ്റുന്ന ഒരു കാപ്പബിലിറ്റി നമുക്കുണ്ട്. അതേപോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമുക്ക് വേറൊരു ഇതും ഇല്ല. നമുക്ക് ഡയറക്റ്റ് ആ ബീമിന് നമുക്ക് കൊടുത്താൽ മതി. ഫോഴ്സ്ലെസ് ആണ്, കോണ്ടാക്ട്ലെസ് ആണ്. അതേപോലെ മൈനർ ഹീറ്റ് അഫക്റ്റഡ് സോൺസ്, കാരണം ഹീറ്റ് കൂടിയ സോൺസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മൈക്രോ ക്രാക്കിങ്, തെർമൽ സോഫ്റ്റനിങ് പോലുള്ള ഒരുപാട് ഡിഫക്ട്സുകൾ നമുക്ക് അവിടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. സോ ഇത്രത്തോളം അഡ്വാൻറ്റേജ് നമുക്ക് ലേസർ ബീം മെഷീനിങ്ങിൽ കിട്ടും. ഒബിയസ്ലി നമുക്ക് ഏത് മെത്തേഡ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു നമുക്ക് സ്കിൽഡ് ലേബേഴ്സ് നമുക്ക് വേണം, അതുപോലെ മെറ്റീരിയൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്കുണ്ട്. സോ ഈ വീഡിയോ കാണാം, ഫുൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.